ചോരയിൽ മുങ്ങിയ ഗസയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഓരോ കരച്ചിലുകളും ലോകമനസാക്ഷിയെ ഇപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചരിത്രത്തിൽ ചില പേരുകൾ വംശഹത്യയുടെ ഏറ്റവും ദാരുണമായ മുഖങ്ങളായി മാറിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വേദനയായി തറച്ചു നിൽക്കാറുണ്ട്. അത്തരമൊരു പേരാണ് ഹിന്ദ് റജബ്. ഗസയിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയായ ആ ഫലസ്തീൻ പെൺകുട്ടിയെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. തങ്ങളെ രക്ഷിക്കണമെന്ന് ഫോണിലൂടെ റെഡ് ക്രസന്റ് അധികൃതരോട് കരഞ്ഞുകെഞ്ചിയ ആ കുഞ്ഞിൻ്റെ ശബ്ദ സന്ദേശങ്ങൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. തനിക്ക് ചുറ്റും സ്വന്തം ബന്ധുക്കളുടെ ജീർണിച്ച മൃതദേഹങ്ങൾക്കിടയിൽ ഭയന്ന് വിറച്ചുകൊണ്ട് മണിക്കൂറുകളോളം മരണത്തിന് മല്ലിട്ട ആ കുഞ്ഞിനോട് ഇസ്രായേൽ സൈന്യം കാണിച്ച ക്രൂരതയ്ക്ക് കാലം കാത്തുവെച്ച ഒരു തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ദക്ഷിണ ലെബനിൽ നിന്നും പുറത്തു വരുന്നത്. ഹിന്ദ് റജബിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകത്തിന് ഉത്തരവാദികളായ ഇസ്രായേൽ സൈനിക വ്യൂഹത്തിൻ്റെ കമാൻഡർ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം ആരാണ് ഹിന്ദ് റജബ് എന്നും ഹിന്ദ് റജബിൻ്റെ കേസ് എന്താണ് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ജനുവരി 29 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഗസ സിറ്റിയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ആസൂത്രിതമായി നടത്തിയ ഒരു കൂട്ടക്കൊലയായിരുന്നു അത്. ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ഹിന്ദ് റജബും അവളുടെ കുടുംബത്തിലെ 6 അംഗങ്ങളും. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, അതായത് IDFന്റെ ടാങ്കുകൾ ആ കാറിന് നേരെ ഭീകരമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. വെടിയൊച്ചകൾക്കിടയിൽ ഹിന്ദിന്റെ ബന്ധുക്കൾ സംഭവ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ രക്തം വാർന്ന് മരണപ്പെട്ടു പോകുന്നു. കാറിനുള്ളിൽ ജീവനോട് അവശേഷിച്ചത് 6 വയസ്സുകാരിയായ ഹിന്ദ് റജബ് മാത്രമായിരുന്നു. 6 വയസ്സുകാരി മൊബൈൽ ഫോണിലൂടെ ഫലസ്തീൻ റെഡ് ക്രസന്റ് അധികൃതരെ വിളിച്ചുകൊണ്ട് സഹായത്തിനായി യാചിക്കുന്നുണ്ട്. എന്നെ വന്ന് രക്ഷിക്കൂ, എനിക്ക് പേടിയാകുന്നു, ടാങ്കുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ കുഞ്ഞിൻ്റെ അവസാനത്തെ വാക്കുകൾ. ഒരു അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള ഫോറൻസിക് ആർക്കിടെക്ചർ നടത്തിയ വിശദമായ പഠനത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ആ കാറിനുള്ളിൽ കുട്ടികളാണെന്ന് വ്യക്തമായി കാണാൻ കഴിയുന്ന വെറും 13 മുതൽ 23 മീറ്റർ മാത്രം അകലെ നിന്നാണ് ഇസ്രായേലി ടാങ്കിൽ നിന്ന് 335 വെടിയുണ്ടകൾ ആ കാറിലേക്ക് ഉതിർത്തത്. ഇതൊരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവ്വം നടത്തിയ നരഹത്യയായിരുന്നു. ഇതിലും ക്രൂരമായ മറ്റൊന്നുണ്ട്. ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര അനുമതിയോടെ പുറപ്പെട്ട റെഡ് ക്രസന്റിന്റെ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തി. അതിലുണ്ടായിരുന്ന 2 പാരാമെഡിക്കൽ ജീവനക്കാരെയും അവർ കൊലപ്പെടുത്തി. ഒടുവിൽ 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹിന്ദ് റജബിൻ്റെയും കുടുംബത്തിൻ്റെയും ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരായി മാറിയ ഒരു സംഭവമായിരുന്നു അത്. മാധ്യമങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ഒക്കെ അന്വേഷണത്തിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ 401 ആർമേഡ് ബ്രിഗേഡിന് കീഴിലുള്ള 52 ബറ്റാലിയനാണ് ഈ ദാരുണമായ വംശഹത്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് 2025 മെയ് മാസത്തിൽ ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ ഈ വംശഹത്യയിൽ നേരിട്ട് പങ്കാളികളായ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധക്കുറ്റത്തിന് കേസ് ഫയൽ ചെയ്തു. ഈ സംഭവം നടക്കുമ്പോൾ ഈ യൂണിറ്റിന്റെ ചുമതലയിലുണ്ടായിരുന്ന കമാൻഡർമാരായ ഡാനിയൽ എല്ല, ബെന്നി അഹരോൻ, ബ്രിഗേഡ് തലവൻ കേണൽ മേയർ ബിഡർമാൻ എന്നിവർക്കെതിരെ ശക്തമായ തെളിവുകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ക്രൂരതകൾ തുടരുമ്പോൾ ഈ സൈനികർ തങ്ങളുടെ രാജ്യത്ത് യാതൊരു കുറ്റബോധവുമില്ലാതെ ഒരു കൂസലും കൂടാതെ സ്വതന്ത്രരായി വിലസുകയായിരുന്നു. എന്നാൽ നീതിയുടെ വഴി അടഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ദക്ഷിണ ലെബനിൽ നിന്നും വന്നിരിക്കുന്ന വാർത്തകൾ ഫലസ്തീൻ ജനതയും മാനവികതയും പിന്തുണയ്ക്കുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയായി മാറിയിരിക്കുന്നു. ഗസയിലെ കൂട്ടക്കുരുതിക്ക് ശേഷം ലെബനനിലേക്ക് അധിനിവേശം വ്യാപിപ്പിച്ച ഇതേ 52 ബറ്റാലിയന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ ഡോർ ഗദാലിയ ബെൻ സിംഹോൻ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നുള്ള വാർത്തയായിരുന്നത്. ദക്ഷിണ ലെബനനിലെ കഫർ തെബിനത്തിൽ വെച്ച് ഇവൻ സഞ്ചരിച്ചിരുന്ന ടാങ്കിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് കമാൻഡർ ഉൾപ്പെടെ ടാങ്കിലുണ്ടായിരുന്ന 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടത്. ഗസയിലും ലെബനനിലും യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഈ ബറ്റാലിയന്റെ 4ാമത്തെ കമാൻഡറാണ് ബെൻ സിംഹോൻ. ഹിന്ദ് റജബിന്റെ കൊലപാതകം നടന്ന സമയത്ത് ഈ യൂണിറ്റിൽ പ്രവർത്തിച്ചവരും അതിന് നേതൃത്വം നൽകിയവരുമായ സൈനികർക്ക് മേൽ ശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ്. കേണൽ മേയർ ബിഡർമാൻ ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ഈ മാരകമായ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ വ്യൂഹത്തെ മൊത്തത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചോര വീഴ്ത്തിയവർക്ക് ഈ ഭൂമിയിൽ ഒരിടത്തും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണിത്.
ഇസ്രായേൽ വർഷങ്ങളായി ഫലസ്തീന് നടത്തുന്നത് വെറുമൊരു യുദ്ധം മാത്രമല്ല, മറിച്ച് ഒരു ജനതയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാനുള്ള വ്യവസ്ഥാപിതമായ വംശഹത്യയാണ്. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, ആംബുലൻസുകൾ എന്നിവയെല്ലാം ഇസ്രായേലിൻ്റെ ബോംബുകൾക്ക് ഇരയായി മാറുകയാണ്. അമേരിക്കയും ചില പാശ്ചാത്യ ശക്തികളും നൽകുന്ന ആയുധബലത്തിലാണ് ഇസ്രായേൽ ഈ ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ലോകത്തെ വൻ ശക്തികൾ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിന് കൂട്ടുനിൽക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ വെറും നോക്കുകുത്തികളായി മാറുമ്പോൾ, അവിടെയാണ് ഫലസ്തീനിലെയും ലെബനനിലെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങൾ പ്രസക്തമായി മാറുന്നത്. ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ് ഫലസ്തീൻ ജനത. അവർ നടത്തുന്നത് അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ഹിന്ദു റജബിനെ പോലെയുള്ള ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത ആ ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ക്രൂരമായ പ്രവർത്തനം ചെയ്ത ആ കമാൻഡറുടെ മരണം കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഈ യുദ്ധക്കുറ്റങ്ങൾക്കെല്ലാം ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെല്ലാം നാളെ കണക്കു പറയേണ്ടി വരും. ഹിന്ദു റജബിന്റെ മരണം ലോകത്തിന് നൽകിയ വേദന ചെറുതൊന്നുമല്ല. എന്നാൽ അവരുടെ കൊലപാതകത്തിന് കാരണക്കാരായ സൈനിക വ്യൂഹത്തിന്റെ കമാൻഡർമാരുടെ ഈ അവസാനം കാലം കാത്തുവെക്കുന്ന നീതിയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഗസയിൽ കാലാകാലങ്ങളായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യകൾക്കും ക്രൂരതകൾക്കും നേതൃത്വം നൽകിയ എല്ലാവന്മാർക്കും തിരിച്ചടികൾ കിട്ടുക തന്നെ ചെയ്യും. ബെഞ്ചമിൻ നെതന്യാഹുവിന് മുമ്പ് ഫലസ്തീൻ ജനതയെ സമാനമായ രീതിയിൽ വംശഹത്യയ്ക്ക് ഇരയാക്കിയ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോണിന്റെ അന്ത്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിരപരാധികളായ 10,000ങ്ങളുടെ ചോര വീഴ്ത്തിയ ഏരിയൽ ഷാരോണിന്റെ അന്ത്യം ലോകത്തിലെ എല്ലാ ഏകാധിപതികൾക്കും ക്രൂരന്മാർക്കുമുള്ള ഒരു വലിയ മറുപടി കൂടിയായിരുന്നു. 8 വർഷത്തോളം കോമയിൽ കിടന്ന് ജീവച്ഛവമായിട്ടായിരുന്നു ഏരിയൽ ഷാരോൺ മരണപ്പെട്ടു പോയത്. നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഫലസ്തീൻ ജനതയ്ക്ക് മേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്നാണ്. ഗസയെ ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. സ്വന്തം അധികാരം നിലനിർത്താനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ക്രൂരമായ രാഷ്ട്രീയ തന്ത്രമാണ് നെതന്യാഹു പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനുള്ളിൽ തന്നെ ഇതിനെതിരെ വലിയ ജനരോഷമൊക്കെ ഉയരുന്നുണ്ട്. നെതന്യാഹുവിനെയും കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ക്രൂരമായ വിചാരണയും ദാരുണമായ അന്ത്യവുമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ചെയ്തു കൂട്ടുന്ന എല്ലാ ക്രൂരതകൾക്കും അനുഭവിച്ചേ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഭൂമിയിൽ നിന്നും മടങ്ങുകയുള്ളൂ. ചോര വീണ ഗസയുടെ മണ്ണിൽ നിന്നും ഒരു ദിവസം സ്വാതന്ത്ര്യത്തിന്റെ പുലരി ഉദയം ചെയ്യുക തന്നെ ചെയ്യും. ഫലസ്തീൻ ജനത ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും.